സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഒന്നാമത്തെ പാർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളെ, നമ്മൾ മുൻവർഷ ചോദ്യങ്ങളിലൂടെയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത്. അപ്പം ഈ റീസെൻ്റ്ലി ചോദിച്ച എക്സാമുകളുടെ പ്രത്യേകിച്ച് 2020 മുതൽ PSC പരീക്ഷകൾക്ക് സിമ്പിൾ ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോകളിലായിട്ട് ഈ സീരീസിലായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് ജോസ് കാപ്പൻ എന്നാണ്. ജോസ് കാപ്പൻ എന്ന പേരിൽ നമുക്കൊരു ടെലഗ്രാം ചാനലുണ്ട്, നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ വീഡിയോസ് ഒന്നും നഷ്ടമാകാതിരിക്കാൻ, അപ്ഡേഷൻസ് കിട്ടാതെ പോവാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക, ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. അപ്പം നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഇന്ന് പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഈ 5 ചോദ്യങ്ങളാണ് മക്കളെ. സിമ്പിൾ ഇൻട്രസ്റ്റിൽ പരിചയപ്പെടുന്നത് 2020-22 ചോദിച്ച ചോദ്യങ്ങളാണിതെല്ലാം. ഇടത് സൈഡിൽ ചോദ്യം ഉത്തരം മാർക്ക് ചെയ്യാതെയും വലത് സൈഡിൽ അതേ ചോദ്യം ഉത്തരം മാർക്ക് ചെയ്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ പോസ് ചെയ്ത് വെച്ച് സ്വയം ചെയ്ത് നോക്കുക. കിട്ടാത്തതിൻ്റെ എക്സ്പ്ലനേഷൻസ് കാണുക. ഒട്ടും അറിയത്തില്ലാത്ത കുട്ടികൾ വൃത്തിയായിട്ട് എക്സ്പ്ലനേഷൻസ് കേട്ട് പഠിക്കുക. ഇനി ഇത് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഒരു ഐഡിയ ഇല്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു ക്ലാസ് അല്ല. ഞാൻ വീണ്ടും പറയുന്നു, ഇത് ഓൾറെഡി സിമ്പിൾ ഇൻട്രസ്റ്റിനെ കുറിച്ചൊരു ധാരണ ഉള്ളവർക്ക് അതിൻ്റെ PYQs പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്ലാസ്സാണ്. അല്ലാതെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണ്, എങ്ങനെയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് കണക്കാക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ അല്ല എന്ന് മനസ്സിലാക്കുക കേട്ടോ. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് പരിചയപ്പെടാം. ആദ്യത്തെ ചോദ്യം, സാധാരണ പലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ ഒരു തുക നിക്ഷേപിച്ചപ്പോൾ 2 വർഷത്തിന് ശേഷം 1392 രൂപ കിട്ടി. അപ്പോൾ 2 വർഷം കൊണ്ട് കിട്ടിയത് 1392 രൂപയാണ്. 5 വർഷത്തിന് ശേഷം, അതായത് 5 വർഷം കൊണ്ട് കിട്ടിയത് 1680 രൂപയും ആണെങ്കിൽ പലിശ നിരക്ക് എത്ര ശതമാനം എന്നാണ് ചോദ്യം. അതായത് മക്കളെ, സാധാരണ പലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ ഒരു തുക നിക്ഷേപിച്ചു. തുക എത്രയാണെന്ന് നമുക്കറിയില്ല. എത്രയോ ഒരു തുക നിക്ഷേപിച്ചു. അങ്ങനെ നിക്ഷേപിച്ചപ്പോൾ 2 വർഷം കൊണ്ട് 1392 രൂപ കിട്ടി എന്ന് പറഞ്ഞാൽ 2 വർഷത്തെ മുതലും പലിശയും കൂടെ കൂട്ടുന്ന എമൗണ്ടാണ് 1392. ഓക്കെ, 5 വർഷം കൊണ്ട് മുതലും പലിശയായിട്ട് 1680 രൂപയും കിട്ടി എങ്കിൽ അവിടുത്തെ പലിശ നിരക്ക് എത്രയായിരുന്നു എന്നതാണ് ചോദ്യം. ചോദ്യം വ്യക്തമാണല്ലോ? വ്യക്തമാണ്. ഓക്കെ, അപ്പം നിങ്ങളിവിടെ ശ്രദ്ധിച്ചേ, ഇത് തമ്മിൽ 3 വർഷത്തെ വ്യത്യാസമല്ലേ മക്കളെ ഉള്ളത്? ആണ്. ഇനി എമൗണ്ടിൽ എത്ര രൂപയുടെ വ്യത്യാസമുണ്ട് അത് കണ്ടുപിടിക്കാൻ 1680 നിന്ന് 1392 നമ്മൾ കുറയ്ക്കണം അല്ലേ. 288 രൂപയുടെ വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ 2 വർഷം കൊണ്ട് 1392, 5 വർഷം കൊണ്ട് 1680 ആയെങ്കിൽ 288 രൂപ 3 വർഷം കൊണ്ട് കൂടി. അപ്പം 3 വർഷത്തെ പലിശയാണ് ആ 288 എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് 1 വർഷത്തെ പലിശ എന്ന് പറഞ്ഞാൽ 288/3 ആണെന്ന് മനസ്സിലാക്കാം. എത്ര 1 വർഷത്തെ പലിശ? 288/3 എന്ന് പറഞ്ഞാൽ 96 രൂപയാണ് 1 വർഷത്തെ പലിശ. ആണല്ലോ. ഇത്രയും ചെയ്തത് മനസ്സിലായോ? 2 വർഷം കൊണ്ട് 1392 രൂപയാകും. 5 വർഷം കൊണ്ട് മുതലും പലിശയും കൂട്ടി 1680 രൂപയാകും. അപ്പം 3 വർഷം കൊണ്ട് കൂടിയത് 288 രൂപയാണ്. അത് ആ 3 വർഷത്തെ പലിശയായിരിക്കും. അപ്പോൾ 1 വർഷത്തെ പലിശ 96 രൂപയാണ്. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ പ്രത്യേകത എല്ലാ വർഷവും ഒരേ പലിശയല്ലേ മക്കളെ. 1 വർഷത്തെ പലിശ 96 രൂപയാണെങ്കിൽ 2 വർഷം കൊണ്ട് കിട്ടിയിട്ടുള്ള പലിശ 96 × 2 ആണ്. എത്രയാണ് മക്കളെ 2 വർഷം കൊണ്ട് കിട്ടിയ പലിശ? 192 രൂപയാണ്. ആണല്ലോ. ഇനി ഈ 2 വർഷം കൊണ്ട് മുതലും പലിശയും കൂടെ 1392 ആയെന്ന് പറഞ്ഞാൽ മുതൽ പ്ലസ്
2 വർഷത്തെ പലിശയാണ് 1392. അതായത് പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് 1392. അതിൽ നിന്ന് പ്രിൻസിപ്പൽ എമൗണ്ട് നമുക്ക് എത്ര കിട്ടും? ഈ 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് അറിയാം 192. അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് 1392 മൈനസ് 192 എന്ന് വരും. 1200 രൂപയായിരുന്നു പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് മനസ്സിലാക്കാം. ഇനി പലിശ നിരക്ക് കാണാൻ നല്ല എളുപ്പമല്ലേ? പലിശ 1 വർഷത്തെ 96 രൂപയല്ലേ? പ്രിൻസിപ്പൽ എമൗണ്ട് 1200 രൂപയല്ലേ? അപ്പോൾ പലിശ നിരക്ക് എത്രയാണ് എന്നറിയാൻ പലിശയായി കിട്ടിയ 96 രൂപ മുതലായ 1200 രൂപയുടെ എത്ര ശതമാനം എന്ന് നോക്കിയാൽ പോരെ? 96/1200 × 100, 96/12. മക്കളെ ആൻസർ 8% എന്ന് കിട്ടും. നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 8%. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത രീതി ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധിച്ച് കേട്ടോണേ. അതായത് 2 വർഷം കൊണ്ട് 1392 രൂപ കിട്ടി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് 2 വർഷത്തെ പലിശയാണ് 1392 എന്നാണ് അർത്ഥം. 5 വർഷം കൊണ്ട് 1650 രൂപയായെന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് 5 വർഷത്തെ പലിശയാണിത്. അപ്പോൾ ഇവിടെ 3 വർഷത്തെ ഗ്യാപ്പുണ്ട്, എമൗണ്ടിൽ 288 രൂപയുടെ ഗ്യാപ്പുണ്ട്. അപ്പോൾ 3 വർഷത്തെ പലിശയാണ് 288 രൂപ. അങ്ങനെയെങ്കിൽ 1 വർഷത്തെ പലിശ 288/3 96 രൂപയാണ്. 1 വർഷം കിട്ടുന്ന പലിശ 96. സിമ്പിൾ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് എല്ലാ വർഷവും ഒരേ പലിശയല്ലേ? 1 വർഷത്തെ പലിശ 96 ആണെങ്കിൽ 2 വർഷം കൊണ്ട് കിട്ടുന്ന പലിശ 192 രൂപയായിരിക്കും. അപ്പം 2 വർഷത്തെ മുതലും പലിശയും കൂടെ കൂട്ടിയാണ് 1392. അതിൽ 192 രൂപ 2 വർഷത്തെ പലിശയാണ്. അപ്പോൾ മുതൽ എത്ര ആണെന്ന് കാണാൻ നമുക്കറിയാം, 1392 192 കുറച്ചാൽ മതി. 1200 രൂപയാണ് മുതൽ അല്ലേ? 96 രൂപയാണ് 1 വർഷത്തെ പലിശ. അപ്പോൾ പലിശ നിരക്ക് കാണാൻ പലിശയായിട്ട് കിട്ടിയ 96 രൂപ മുതലായ 1200 രൂപയുടെ എത്ര ശതമാനമാണെന്ന് നോക്കണം. അതിനുവേണ്ടി 96/1200 × 100, 8% എന്ന് ഉത്തരം കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1 മാസം 1 രൂപയ്ക്ക് 2 പൈസ പലിശയെങ്കിൽ പലിശ നിരക്ക് എത്ര? ഓക്കെ മക്കളെ, 1 രൂപയ്ക്ക് 1 മാസം 2 പൈസ കിട്ടും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 2 പൈസ എങ്കിൽ പലിശ നിരക്ക് എത്ര എന്നാണ് ചോദ്യം. 1 രൂപയ്ക്ക് 1 മാസം 2 പൈസ. അങ്ങനെയാണെങ്കിൽ 100 രൂപയ്ക്ക് 1 മാസം 100 രൂപയ്ക്ക് 1 മാസം 200 പൈസ കിട്ടും. അതായത് 2 രൂപ. ഞാൻ എഴുതിയത് ക്ലിയർ ആണോ എന്ന് നോക്കിക്കേ. 1 രൂപയ്ക്ക് 1 മാസം 2 പൈസ. അപ്പം 100 രൂപയ്ക്ക് 1 മാസം 200 പൈസ, അതായത് 2 രൂപ. 100 രൂപയ്ക്ക് 1 മാസം 2 രൂപയാണെങ്കിൽ 100 രൂപയ്ക്ക് 12 മാസം കൊണ്ട് കിട്ടുന്നത് 24 രൂപയാണ് അല്ലേ? 100 രൂപയ്ക്ക് 12 മാസം കൊണ്ട് 24 രൂപ കിട്ടിയാൽ പലിശ നിരക്ക് 24%. ഇങ്ങനെയാണ് ഈ കണക്ക് ചെയ്യുന്നത്. ഇനി ഈ കണക്ക് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ അറിയണം. എന്താണ് പലിശ നിരക്ക് എന്നറിയണം. മക്കളെ, പലിശ നിരക്ക് എന്ന് പറഞ്ഞാൽ 100 രൂപയ്ക്ക് 12 മാസം കൊണ്ട് കിട്ടുന്ന പലിശ എത്രയാണോ ആ പലിശേനെ പറയുന്ന പേരാണ് പലിശ നിരക്ക്. 100 രൂപയ്ക്ക് 12 മാസം കൊണ്ട് 5 രൂപ കിട്ടിയാൽ പലിശ നിരക്ക് 5%. 100 രൂപയ്ക്ക് 12 മാസം കൊണ്ട് 8 രൂപ കിട്ടിയാൽ പലിശ നിരക്ക് 8%. 100 രൂപയ്ക്ക് 12 മാസം കൊണ്ട് 15 രൂപ കിട്ടിയാൽ പലിശ നിരക്ക് 15%. അപ്പോൾ എന്താണ് പലിശ നിരക്കെന്ന് പറഞ്ഞാൽ 100 രൂപയ്ക്ക് 12 മാസം കൊണ്ട് കിട്ടുന്ന പലിശ എത്രയാണോ അതിനെ പറയുന്ന പേരാണ് പലിശ നിരക്ക്. ഇവിടെ 100 രൂപയ്ക്ക് 12 മാസം കൊണ്ട് 24 രൂപ കിട്ടും. അതുകൊണ്ട് പലിശ നിരക്ക് 24% ആണ്. 1 രൂപയ്ക്ക് 1 മാസം 2 പൈസ. അപ്പം 100 രൂപയ്ക്ക് 1 മാസം 200 പൈസ 2 രൂപ. 100 രൂപയ്ക്ക് 1 മാസം 2 രൂപയാണെങ്കിൽ 100 രൂപയ്ക്ക് 12 മാസം കൊണ്ട് 24 രൂപ. 100 രൂപയ്ക്ക് 12 മാസം കൊണ്ട് എത്ര കിട്ടുമോ അതാണ് പലിശ നിരക്ക്. പലിശ നിരക്ക് 24%. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം.
സാധാരണ പലിശ നിരക്കിൽ നിക്ഷേപിച്ച തുക 8 വർഷം കൊണ്ട് ഇരട്ടിയായാൽ വാർഷിക പലിശ നിരക്ക് എത്രയായിരിക്കും? പലിശ നിരക്ക് എത്രയാണെന്ന ഓക്കെ മക്കളെ, തുക ഇരട്ടിയാവാൻ പലിശ നിരക്ക് എത്ര വേണം എന്ന് കണ്ടുപിടിക്കാൻ 100/n ചെയ്താൽ മതി. തുക ഇരട്ടിയാവാൻ പലിശ നിരക്ക് എത്ര വേണമെന്നറിയാൻ 100/n ചെയ്താൽ മതി. ഇവിടെ 100/n എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 8 ആണ് അല്ലേ? ആൻസർ 12.5% എന്ന് കിട്ടും. 12.5%. അപ്പോൾ തുക ഇരട്ടിയാകാൻ പലിശ നിരക്ക് എത്ര വേണമെന്ന് ചോദിച്ചാൽ 100/n ചെയ്താൽ മതി കേട്ടോ. ഇനി തുക 3 മടങ്ങാവാൻ പലിശ നിരക്ക് എത്ര വേണം എന്ന് ചോദിച്ചാൽ 200/n ചെയ്താൽ മതി. 200/n. ഇനി തുക 4 മടങ്ങാകാൻ പലിശ നിരക്ക് എത്ര വേണമെന്ന് ചോദിച്ചാൽ 300/n ചെയ്താൽ മതി. ഇവിടെ തുക ഇരട്ടിയാകാൻ 8 വർഷം എടുത്തെന്നാ അല്ലേ? അപ്പോൾ തുക ഇരട്ടിയാവാൻ 8 വർഷം എടുത്തെങ്കിൽ പലിശ നിരക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ 100/n ചെയ്താൽ മതി. ആൻസർ 12.5% എന്ന് കിട്ടും. മുന്നോട്ട്. അനു കൃഷി ആവശ്യത്തിനായി 15,000 രൂപ ബാങ്കിൽ നിന്നും വായ്പ എടുത്തു. ബാങ്ക് 8% പലിശ നിരക്കാണ് കണക്കാക്കുന്നതെങ്കിൽ 6 മാസം കഴിയുമ്പോൾ പലിശ എത്ര രൂപയാകും? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനാ മക്കളെ. സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ PNR / 100 എന്നതാണ് അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പ്രിൻസിപ്പൽ എമൗണ്ട് 15,000 ആണോ? നമ്പർ ഓഫ് ഇയേഴ്സ് കാലയളവ് 6 മാസം എന്നാണ്. 6 മാസം എന്ന് പറഞ്ഞാൽ അരവർഷമാണ്. കാലയളവ് ഇയറിലേ പറയാവുള്ളൂ. PNR റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 8 ആണ്. /100. PNR / 100 ശരിയാണോ? PNR / 100 എന്ന് കിട്ടും. PNR/100. n കാലയളവാണ്. ഈ കാലയളവ് എങ്ങനെയേ പറയാവുള്ളൂ? ഇയറിലേ പറയാവുള്ളൂ. സോ PNR/100. ക്ലിയർ ആണല്ലോ? യെസ്. ഈ 2 പൂജ്യവും ഈ 2 പൂജ്യവും വെട്ടിക്കളയാം. ഈ 2ഉം 8ഉം വെട്ടിക്കളയാം. 4. 150 × 4 നമ്മുടെ ആൻസർ 600 എന്ന് കിട്ടും. ചോദ്യത്തിൻ്റെ ഉത്തരം. കാലയളവ് 6 മാസമാണ്. അത് ഇയറിലാക്കുമ്പോൾ അരവർഷം എന്ന് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ. മനു ബിസിനസ് ആവശ്യത്തിനായി 40,000 ബാങ്കിൽ നിന്നും വായ്പ എടുത്തു. ബാങ്ക് 8% പലിശ നിരക്കാണ് കണക്കാക്കുന്നത് എങ്കിൽ 6 മാസം കഴിയുമ്പോൾ കടം വീട്ടാൻ എത്ര രൂപ തിരിച്ചടയ്ക്കണം? കടം വീട്ടാൻ എത്ര രൂപ തിരിച്ചടയ്ക്കണം എന്നറിയാൻ ആദ്യം സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര കിട്ടുമെന്ന് കണ്ടുപിടിക്കണം. സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ PNR / 100 ആണ്. ശരിയാണോ മക്കളെ? PNR / 100. ഓക്കെ. പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര ഇവിടെ? 40,000. യെസ്. കാലയളവ് 6 മാസം എന്ന് പറഞ്ഞാൽ അരവർഷം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8 / 100 ആണ് നമ്മുടെ ഉത്തരം. ആണോ? ഈ 2 പൂജ്യവും ഈ 2 പൂജ്യവും പോയി. യെസ്. ഇതും വെട്ടിപ്പോയി. 4 × 4 16ഉം 2 പൂജ്യം 1,600 രൂപ എന്ന് കിട്ടും പലിശ. ആകെ എത്ര രൂപ തിരിച്ചടയ്ക്കണം? 6 മാസം കഴിയുമ്പം കടം വീട്ടാൻ എത്ര രൂപ തിരിച്ചടയ്ക്കണം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം 40,000 ആണ് എടുത്തത്. ഇതും 1,600 രൂപയും കൂടെ അയക്കണം. ആൻസർ 41,600 ആണ് ആകെ തിരിച്ചടയ്ക്കേണ്ടത്. ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരുന്നത് എന്ന് മനസ്സിലാക്കാം. ആൻസർ ഓപ്ഷൻ സി ആണ്. 6 മാസം കഴിയുമ്പോൾ കടം വീട്ടാൻ എത്ര രൂപ തിരിച്ചടയ്ക്കണം എന്ന് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ സി ആണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം ആൻസർ മാർക്ക് ചെയ്തേക്കുന്ന മാറിപ്പോയിട്ടുണ്ട്. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ കേട്ടോ. മറക്കണ്ട. ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. കാരണം എത്ര രൂപ പലിശ കിട്ടും അല്ല കിട്ടണം എന്നല്ല, എത്ര രൂപ ആകെ തിരിച്ചടയ്ക്കണം എന്നാണ്. ഓക്കെ. ആൻസർ 41,600 ആണ് മക്കളെ. അപ്പം ഇന്നത്തെ ചോദ്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. ഓക്കെ. ഈ ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഒക്കെ ഒരു ഉഴപ്പും കൂടാതെ ഉത്സാഹിച്ച് ഒരു ലക്ഷ്യം, ജോലി എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി വാശിയോടെ പഠിക്കാൻ തയ്യാറാകുക. എക്സാമുകളൊക്കെ വന്നു കഴിഞ്ഞു. ഇനി ഒട്ടും ഉഴപ്പാൻ നമുക്ക് സമയമില്ല. നിങ്ങൾ കഷ്ടപ്പെടുന്നതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കും.